ഫ്ലവേഴ്സിന്റെ തിരുമുറ്റത്ത് തിരുവോണ താര തമ്പുരാനായി മോഹൻലാൽ. തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഫ്ലവേഴ്സിൽ. കളിക്കൊടുക്ക മിന്നാ ഇതൊക്കെ വായിക്കണം. ഡയറി ഇല്ലല്ലോ. അമ്മ എഴുതുന്ന പോലെ എനിക്കും ഡയറി എഴുതാൻ തുടങ്ങാം. എന്തോന്നായിരിക്കും ഇതിനകത്ത്? സുരഭി, എന്നെ പറ്റി അമ്മ എന്തോന്ന് എഴുതായി? ഇന്ന് വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ സുരഭിയുമായി വഴക്കിടേണ്ടി വന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും പറയാൻ പാടില്ലാത്ത പലതും അവളും വിളിച്ചു പറഞ്ഞു. അതുപോലെ ഞാനും. കുഴപ്പമില്ല, എന്തൊക്കെ പറഞ്ഞാലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാനങ്ങ് കരുതിയാ പോരെ. എന്റെ കുടുംബം തകർക്കാൻ ശ്രീധരമേനോൻ നല്ലതുപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒറ്റയ്ക്ക് തന്നെയാണോ അതോ അയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എല്ലാം കലങ്ങി തെളിഞ്ഞു. സുരഭി പഴയതുപോലെ എന്നോട് മിണ്ടി തുടങ്ങി. വീണ്ടും ഒരു മകളുടെ സ്നേഹം ഞാൻ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിനക്കെന്തോ ഇവിടെ കാര്യം? ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത്. ആണോ? അല്ല, ഈ ക്ലീൻ ചെയ്തെടുത്ത് ഈ ഡയറി എന്തുവാ? ഡയറിയിൽ മൊത്തം പൊടിയായിരുന്നേ. ആണോ? അപ്പൊ അതിങ്ങനെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഈ ഡയറിയുടെ പൊടി തട്ടിയിട്ടുള്ള കളി വേണ്ട വേണ്ട. മുറിയും മേശപ്പുറമൊക്കെ വൃത്തിയാക്കിയാൽ കേട്ടോ. അയ്യോ, മനസ്സിലായി എന്റെ പൊന്നു മക്കളെ. അല്ല, ഇത്രയും സൂക്ഷിച്ചു വെക്കാനേ ഇതിനകത്ത് എന്തോ സ്വർണ്ണം ഉണ്ടാ? അയ്യോ കഷ്ടം. എടി, ഈ സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ള എന്തെല്ലാം അതിലുണ്ട്. നിനക്കെന്തോ അറിയാം? കൂതറ കവിതകളായിരിക്കും. കൂതറ കവിതകളോ? അത് കൂതറ കവിത ചെയ്ത് നിന്റെ അമ്മ കൊച്ചമ്മണി. എന്റെ അമ്മയ്ക്ക് കൂതറന്ന് പോയിട്ട് കവിന്ന് പോലും എഴുതാറുണ്ട്. അത് ശരി. അമ്മ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടാ? ചോദിക്കും. പറയൂ. ചോദിച്ചാ പറയും. അമ്മക്ക് പെൺമക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോന്ന് ഞാൻ ചോദിച്ചത്. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിശ്ചയല്ലേ എന്റെ പൊന്നു കുഞ്ഞേ. അതെന്താ അമ്മ പെൺകുട്ടികളൊക്കെ ഇത്ര ഇഷ്ടം? അതെ, എനിക്ക് ഈ പെൺകുട്ടികളെയൊക്കെ നല്ല ഒരുക്കി ചുന്നരിമണികളാക്കി കൺമഷിയൊക്കെ എഴുതി റിബണൊക്കെ വെച്ച് 2 സൈഡിലൊക്കെ കെട്ടി സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചു കൊണ്ടുവരിക, അതൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അത് മാത്രമല്ല, ഒന്ന് പ്രായമായി കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് പെൺമക്കളോടല്ലേ. ഈ 2 എണ്ണങ്ങൾ ഇങ്ങനെ ഊരി ചുറ്റി നടക്കുകയല്ലേ. എപ്പോ വരുന്നത് എന്റെ അടുത്ത്? അത് ശരിയാണോ? പിന്നെ അമ്മയ്ക്ക് പെൺമക്കളില്ലല്ലോ. ആ സ്ഥിതിക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് എന്നെ ചുന്ദരിമണിയായിട്ട് ഒരുക്കാം. അയ്യോ, എനിക്ക് വേറെ പണിയുണ്ട്. അല്ല, ഞാൻ ചാൻസ് തന്നേ ഉള്ളൂ. വേണ്ട, വേണ്ട. വേണമെങ്കിൽ ഞാൻ ഒരു വേണ്ട വേണ്ടേ? ചുന്ദരിമണിയായിട്ട് അങ്ങ് ഇരുന്നാ മതി. പോട്ടാ. പോണം. അയ്യോ അയ്യോ, ഇവിടെ കാര്യം. മനു, എടാ നിന്റെ മൈൻഡിൽ എന്തെങ്കിലും വന്നോടാ? മൈൻഡില് പല ഐഡിയകളും വരുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് പുറത്തു പറയാൻ പറ്റത്തില്ല. എന്നാൽ മൈൻഡിൽ വന്ന ബിസിനസ് പ്ലാൻസ് ഒക്കെ നീ പറഞ്ഞ കേക്കട്ടെ. സ്മാൾ സ്കെയിൽ പരിപാടി വല്ല പറയട്ടാ? സ്മോൾ സ്കെയിൽ മതി. അതായത് നമുക്കൊരു കൂണിന്റെ കൃഷി തുടങ്ങി. അല്ലെങ്കിൽ മിച്ചർ കൃഷി, അതും അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇത് ഒരു ചാമ്പയ്ക്ക കൃഷി. ചാമ്പയ്ക്ക. അല്ലെങ്കിൽ നമുക്ക് ടീഷർട്ട് പ്രിന്റ് ചെയ്ത് ബിസിനസ് വല്ല തുടങ്ങാം. ഓ എന്റെ അളിയ, ഇതൊന്നും പോരളിയ, ഇതൊന്നും അല്ല നമുക്ക് വേണ്ടേ. ഇതൊക്കെ ഓൾറെഡി ഇവിടെ മാർക്കറ്റിൽ 100 കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കത് പറ്റത്തില്ല. നമുക്ക് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം, ഫസ്റ്റ് കം ഫസ്റ്റ് വിൻ പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇതുപോലത്തെ ബിസിനസ് ചെയ്ത് എത്ര ആൾക്കാർ രക്ഷപ്പെട്ടെന്ന് അറിയാമോ? ഇത് പോരളിയ, നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി പറ. ഇങ്ങനെയാണ് ഈ കലക്കൻ ഒരു ഐഡിയ ഉണ്ട്. പറഞ്ഞു. നമുക്ക് ചന്ദ്രനിലോ ചൊവ്വയിലോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താം. അതും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടുത്തെ റോഡിനൊക്കെ ടാരിടാം. അത് നിന്റെ സ്റ്റാറ്റസിൽ ചേരും. കളിക്കരുത് കേട്ടോ. ഇവിടെ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചു തമാശ പോലെ ശ്രമിക്കുന്നു. അടിച്ച് കളയാൻ പൊട്ടിച്ചു കളയും. ഞാൻ നിന്നെ തോണ്ടോ ചെയ്യും. വീണ്ടും തോണ്ടും. ഡെവലപ്മെന്റ് ആയിട്ടില്ല ഓരോ കാര്യങ്ങൾ. അല്ല, അത് നീ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ തമാശ പറയാൻ തോണ്ടും. തമാശ ചോട്ടൂടാ.
തമാശ തൂട്ട് നീ അടിച്ച് 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 അടി നാട്ടുകാരെ ഓടി വായോ, പണക്കാരുടെ മോൻ എന്റെ മോനെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ ആന്റി, ഞങ്ങൾ അടികൂടിയതല്ല, പിന്നെന്തെടുക്കുമായിരുന്നു? ഞങ്ങള് സ്നേഹം പ്രകടിപ്പിച്ചതല്ലേ. സന്തോഷം വരുമ്പോ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നേ? അല്ലേ, അതായത് ഇവന് ബിസിനസ് നല്ലൊരു ഉഗ്രൻ ഐഡിയ വന്നപ്പോ ഞാൻ അവനെ സ്നേഹിച്ചതാ. നിന്റെയൊക്കെ ഐഡിയ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ജോലി നീയൊക്കെ ചെയ്തിട്ടുണ്ടോ മര്യാദക്ക്? അമ്മാച്ചി അതിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൊറേ നാളോട് ഞാൻ കേൾക്കുന്നുണ്ട്. മനുവേ അകത്തോട്ട് വാ, ജോലി ഉണ്ട് എനക്ക്. എന്തിനമ്മ അകത്ത് ജോലി ഉണ്ട് എനിക്ക്. അമ്മ ഞാൻ കുറച്ചേരി കയറി അമ്മ അതോട് കയറി ചെല്ലി ഞങ്ങൾ സംസാരിച്ചോട്ടെ. വല്ല തിന്നണ്ടായോ? അന്നേരം ഈ ഐഡിയ കൊണ്ട് ഇരുന്നാ പറ്റത്തില്ല. വല്ലതും കഴിക്കണം. അപ്പൊ അകത്തോട്ട് കയറി. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ എനിക്ക് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേ. എഴുതേക്കടാ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ അവസ്ഥ. എന്തെങ്കിലും ഉണ്ടാക്കി കണ്ടിട്ട് അപ്പൊ അളിയാ, പ്രതീക്ഷേ, നീ വല്ലതും കഴിക്കുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചാ പോരെ? അതാ നല്ലത്. ഇവിടുന്ന് ആ അരിയിലെ കല്ല് പെറുക്കണം. ആ നീ പോ. മനു നിന്നെ ഉണ്ടല്ലോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എഴുത്. ബഹുമാനപ്പെട്ട MLA ശ്രീ സിദ്ധാർത്ഥൻ സാർ അറിയുന്നതിന് കൊച്ചമ്മ, ഈ സിദ്ധാർത്ഥ സാറിന്റെ യെസ് വലുതാ ചെറുതാ? ടാ, ഇതാ പറയുന്നത് 5-6 ഇംഗ്ലീഷ് അക്ഷരമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. കൊച്ചമ്മ, അതെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നവരെല്ലാം അമേരിക്കക്കാർ പിടിച്ചോണ്ട് പോകുന്ന അമ്മൂമ്മ പറഞ്ഞ് പേടിപ്പിച്ചു. ആര് പിടിച്ചോണ്ട്? ഈ അമേരിക്കക്കാര് പിടിച്ച് അമേരിക്കയെ കൊണ്ടുപോകും. എന്റെ ഭഗവാനെ, അങ്ങനെ വല്ലോ സംഭവിച്ചെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഓ, എഴുതണം അങ്ങോട്ട്. ശ്രീ സിദ്ധാർത്ഥൻ സാർ അറിയുന്നതിന് ചന്ദ്രഹാസത്തിൽ താമസം, സുഹാസിനി. അല്ല കൊച്ചമ്മ, ഈ മൊത്തം വായിച്ചാലേ സാറിന് എന്താണ് എഴുതിയേക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ അറിയുന്നതിന് എഴുതേണ്ട കാര്യമില്ല. എടാ കൈതേ, ഇതൊക്കെ ഒരു കത്ത് എഴുതുമ്പോഴേ അതിനൊക്കെ ചില രീതികളുണ്ട്, മനസ്സിലായി? അയ്യോ. ചന്ദ്രഹാസത്തിൽ താമസം, സുഹാസിനി എഴുതി സമർപ്പിക്കുന്ന പരാതി. അവിടെ തെറ്റി. തെറ്റിയ ഈ ലെറ്റർ എഴുതുന്ന മുത്തു ആണല്ലോ, അപ്പം സുഹാസിനി അമ്മ എഴുതാൻ പറ്റൂല. മുത്തു എഴുതുന്ന ലെറ്റർ അങ്ങനെയല്ലേ എഴുതേണ്ടത്? നീ ഒരു കാര്യം ചെയ്ത് കൊണ്ടുവാ. അല്ല കൊച്ചമ്മ, ഞാൻ എഴുതാൻ പോയിട്ട് ഒരു ചായ ഇട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഈ പണി പറഞ്ഞിട്ടില്ല. ഓ അല്ല കൊച്ചമ്മ, ഞാൻ എഴുതാ. വേണ്ട വേണ്ട, ഞാൻ എഴുതിക്കോളാം. എന്റെ പൊന്നുമുത്ത് പോയി ഒരു ചായ ഇട്ടുണ്ടോ? അപ്പൊ ഞാൻ എഴുതാൻ കൊച്ചമ്മ. വേണ്ട, ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പോടാ ചായ. അമ്മയുടെ ഫോൺ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്റെ ഫോണിനോ? ഇല്ലല്ലോ. അല്ല, എന്റെ ഫോണിൽ ഒരാൾ വിളിച്ചിട്ട് അമ്മ ഇറങ്ങിയോ, അമ്മ എപ്പോ ഇറങ്ങുന്നൊക്കെ ചോദിക്കുന്നു. അതാര്? എന്തോ എനിക്കറിഞ്ഞൂടോ, ഒരു ആണാണ് വിളിച്ചത്. അല്ല, അതാരെന്ന് അങ്ങോട്ട് വിളിച്ചാൽ അറിയാലോ കൊച്ചമ്മ. എനിക്കറിയത്തില്ല ആരാതൊന്നും. അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോൺ കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? അല്ല വിളി, ഞാൻ അത് നമുക്കറിയണല്ലോ. അത് കൊള്ളാം, സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നതാ. നേരമില്ലാത്ത നേരത്തെ ഓരോ മെനക്കേടുമായിട്ട് വന്നോളൂ. ഇങ്ങോട്ട്. ആ ഹലോ, നീ ആര്? ഞാൻ ആരെന്ന്? ഇടേ, ഞാനല്ലേ നിന്റെ അടുത്ത് നീ ആരെന്ന് ചോദിച്ചത്. അപ്പൊ നീ ആരെന്ന് നീ എന്റെ അടുത്ത് പറ. അതിന് ചേട്ടൻ ഞാൻ ആരെന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാം. എടാ, വായി നോക്കി, അതാണ് ഞാൻ നിന്റെ അടുത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ആരെന്ന് ഞാനാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ നീ ആരെന്ന് നീ ആദ്യം പറ. അതിന് ചേട്ടൻ ഞാൻ ആരെന്ന് ഞാൻ പറയാം. എടാ പന്നെ, നിന്റെ തലടാ പറഞ്ഞ ഞാൻ. എടാ ഡേ, ഹലോ, കട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെയാണോടാ ഒരുത്തരോട് ഫോണിൽ സംസാരിക്കുന്നത്? അത് എന്റെ ഫോൺ വാങ്ങിച്ചു വിളിച്ചു. അത് തന്നെ ഒരു മര്യാദയില്ലേ? അല്ല കൊച്ചമ്മ നിൽക്കുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ അവനെ നല്ല തെറി വിളിച്ചാണ് കൊച്ചമ്മ. അവൻ എന്റെ അടുത്ത് ചോദിക്കണം. ഞാനല്ലേ കൊച്ചമ്മ ആദ്യം ഞാൻ ചോദിച്ചത്. മനസ്സിലായി. ഒരു കാര്യം ചെയ്യാവോ, ഒരു ചായ ഇട്ടോണ്ട് തരുമോ? ഞാൻ കുറച്ചു നേരം കൊണ്ട് പറഞ്ഞല്ലോ. അപ്പോ ശരി. ഇതിനെ കൊണ്ടൊക്കെ ജീവിച്ചാ നമുക്ക് തല്ല് കിട്ടും വല്ലവന്റെ ഒക്കെ. എന്ത് ചെയ്യാൻ? ആരായിരിക്കും അമ്മ? ആർക്കറിയാം മോളെ, ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല, എന്നെ ആരും വിളിച്ചില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് എഴുതിത്താ. എന്തോന്നമ്മ? അതായത് നമ്മുടെ MLAക്ക് ഒരു പരാതി എഴുതി സമർപ്പിക്കണം. അതിന്റെ ഒരു കത്ത. അത്രേ ഉള്ളൂ? അത് ഞാൻ എഴുതിക്കോളാം. എന്താണ് കാര്യം? കാര്യം ഇത്രേ ഉള്ളൂ. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് ഒരു, അതായത് ഈ റോഡ് കണ്ടോ നീ താഴെ? എന്റെ നടുവും പോയി മുട്ടും പോയി സർവത്ര പോയി കിടക്കും ആ റോഡിൽ കൂടെ വന്ന്. എന്റെ പൊന്നു കൊച്ചേ, അതൊന്ന് ശരിയാക്കാനുള്ള അപേക്ഷ. അത് സങ്കടത്തോടുകൂടി എഴുതുന്ന പോലെ എഴുതണം. ഞാൻ പറഞ്ഞുതരാം. മുഖത്ത് റിയാക്ഷൻ വേണോ അമ്മ? മുഖത്ത് റിയാക്ഷൻ വേണ്ട, കത്തിൽ മതി. ഒരു മിനിറ്റ്, പേപ്പർ മാറ്റിക്കോ.
ബഹുമാനപ്പെട്ട MLA ശ്രീ സിദ്ധാർത്ഥൻ സാർ അറിയുന്നതിന് ചന്ദ്രഹാസത്തിൽ താമസം സുഹാസിനി അമ്മ സമർപ്പിക്കുന്ന സങ്കട ഹർജി. ആഹാ, നിങ്ങൾ വീണ്ടും വന്നാ? വന്നു. എന്തൊക്കെയുണ്ട് മുത്തു വിശേഷം? സുഖം തന്നെയാണോ? ഓ, വലിയ സുഖമില്ല. എവിടെന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? ഭയങ്കര തമാശക്കാരനാണല്ലേ. കുറെ കാലമായി ഇതുപോലെയുള്ള വളിപ്പ് തമാശ കേട്ടിട്ട്. ഇനിയുണ്ടോ? ഇല്ല 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 ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇതൊക്കെ വാങ്ങിച്ചോണ്ട് എങ്ങോട്ട് പോണ്? എനിക്ക് സുഹാസിനിയെ ഒന്ന് കാണണം. അതിന് കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. കൊച്ചമ്മോടെ ഉണ്ടല്ലോ. അതൊക്കെ വിളിച്ചു ചോദിച്ചിട്ടാ ഞാൻ വന്നത്. ഏതോ ഒരു തെണ്ടി ഫോണിൽ കൂടെ തെറിയും പറഞ്ഞു. ഓഹോ, അപ്പൊ രാവിലെ ഫോൺ വിളിച്ച അപരിഷ്കൃത നിങ്ങളായിരുന്നല്ലേ? അപരിഷ്കൃത അതല്ല, അപരിചിതൻ. മലയാളം ശരിക്ക് ശുദ്ധതയോട് പറഞ്ഞു പഠിക്കും. പിന്നെ മലയാളം ആരെയും കുടുംബസ്വത്തല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ള പോലെ പറയും, സൗകര്യം ഉണ്ടായി കേട്ടാ മതി. എനിക്ക് സൗകര്യമല്ല. വേറെ എങ്ങോട്ട് പോകണം? എനിക്ക് സുഹാസിനിയെ കാണണം. അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു കോട്ടയത്തും പോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. കൊച്ചമ്മയ്ക്ക് നിങ്ങൾ വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. അത് നീയാണോ പറയുന്നത്? അങ്ങനെ പോകാൻ പറ്റില്ല. എന്താ മുത്തുള്ളത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കുഞ്ഞെ, ഒന്നാമത് എന്റെ കൊച്ചമ്മയ്ക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല. അല്ലല്ല, അത് ശരിയല്ല. ഉമ്മർത്ത് വരുന്ന ഒരാളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അങ്കിള് വാ. കണ്ടില്ലേ, പിന്നെ നമ്മൾക്ക് ഈ സൗന്ദര്യം മാത്രമല്ല കേട്ടാ, നല്ല സംസ്കാരമുണ്ട്. കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പോലും കൊടുക്കും. താങ്ക് യു അങ്കിളെ. ഇതൊക്കെ ജന്മനാ കിട്ടുന്നതല്ലേ. ഈ അങ്കിള് എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നു. വിളിച്ചോ? പിന്നെ ഞാനെന്താ വിളിക്കണ്ടേ? മോള് സുഹാസിനെ എന്താ വിളിക്കുന്നത്? അമ്മ. അപ്പൊ എന്നാച്ചാന്ന് വിളിക്കണം? അതെന്തിന്? അത് എന്നായാലും അങ്ങനെ വിളിക്കണമല്ലോ. അപ്പൊ ഇപ്പോഴേ വിളിച്ച് ശീലിച്ചു തുടങ്ങിയാൽ അന്ന് വിളിക്കുമ്പോ ഒരു ഫ്ലോ കിട്ടും. അത് ഞാൻ പോയി വരാം, ഇത് കൊടുത്തിട്ട് വരാം. മനസ്സിലായില്ലേ? നല്ല ഫ്ലോ കിട്ടുമെന്നു. കുഞ്ഞെ, ഈ കാണിച്ച ഒട്ടും ശരിയായില്ല. എന്ത്? നല്ലൊരു കാലം കോഴിയാണ് അകത്തേക്ക് കയറ്റി വിട്ടേക്കുന്നത്. അല്ല, കുഴപ്പമില്ല. ഈ കോഴി എങ്ങനെ പറപ്പിക്കണോന്നേ എനിക്ക് നല്ലവണ്ണം അറിയാം. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കറിക്കോ, ഫ്ലോ കിട്ടട്ടെ. ഫ്ലോ. നല്ല മാന്യനായ മനുഷ്യനാണല്ലോ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണോ, ഉളിയിലക്കര പുടവ വേണോ, ചോല പൊന്മാനെ, സുഹാസിനി മാനെ. പുടവയല്ല, തേങ്ങാക്കൊല. അല്ല, അതൊട്ടും ചേരില്ല. തേങ്ങാക്കൊലല്ല, പുടവ വേണോ. പുടവേ ചേരുള്ളൂ, തേങ്ങാക്കൊല ഒരിക്കലും ചേരില്ല. അതെ, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. താൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ പിന്നെ എന്റെ വീട്ടിൽ കയറി വന്നത്? എന്റെ സുഹാസിനെ കാണാൻ വീട്ടിനകത്തൊന്നല്ല, ഏത് കൊടും കാട്ടിൽ വേണമെങ്കിലും ഞാൻ കയറി പോവട്ടെ. അയ്യോ, അവളെ കാണാൻ തന്നെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ എന്നേ കൊന്നേനെ. എന്തിനാ സുഹാസിനി എന്നോട് ഇങ്ങനെ ഹൃദയമില്ലാതെ സംസാരിക്കുന്നത്? ഒരു ഇത്തിരി സ്നേഹം തന്നുകൂടെ എനിക്ക്? തനിക്ക് സ്നേഹമല്ല, ഒന്നാം തരം തൊഴിയാ തരേണ്ടത്. എന്തിനാണെന്ന്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്തില്ലയോ? അയ്യോ, തന്റെ മരുമോൻ ആ ചോപ്പറെ കൊണ്ടേ ആ പാവം പിടിച്ച സുരഭിയുടെ ബിസിനസ് പൂട്ടിച്ചില്ലടോ. എന്നിട്ട് പൂട്ടിച്ചത് പോരാ, അത് മുഴുവൻ ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. കൊള്ളാം. അയ്യോ, ഇതൊന്നും ഞാൻ മനസ്സാവാതെ അറിഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ. വേണ്ട, തന്റെ നാടകം കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട, മനസ്സിലായല്ലോ? ആ ചോപ്ര എന്നോട് സകല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഈ ചോപ്രയെ കൊണ്ട് ഞാൻ തോറ്റു. അവൻ എന്റെ ബന്ധുവാണെന്നുള്ള കാര്യം സത്യം തന്നെയാ. പക്ഷെ അവൻ ആ ചെയ്തതൊന്നും ഞാൻ മനസ്സവാച അറിഞ്ഞിട്ടല്ല, സത്യം. അല്ലെങ്കിൽ തന്നെ എന്റെ സുഹാസിനിയെ കള്ളിയാക്കാൻ ഞാൻ ശ്രമിക്കും. അത്രയും ഹൃദയമില്ലാത്തവനല്ല നിന്റെ ഈ മേനോൻ. നോക്കല്ലേ, എനിക്ക് എന്താ തോന്നുന്നു. എന്റെ കയ്യിൽ ചെവുകുറ്റിക്ക് വാങ്ങിക്കാതെ വേഗം സ്ഥലം വിട്ടോണ്ട് ഇവിടുന്ന്. അയ്യടാ. സുരഭിയെ തിരക്ക് ഒരാള് താഴെ വന്ന് നിപ്പുണ്ട്. ആര്? ആരായിരിക്കും? പറഞ്ഞല്ലേ അറിയാം. ആര്? ശ്രീധരമേനോ.
തുറിച്ചു നോക്കുന്നത്? എന്റെ പൊന്നോ, ഞാൻ ഉള്ളത് പറഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ ദഹിച്ചു പോവല്ലോ. അയാളെ ഞാൻ ഇന്ന് കൊല്ലു നോക്കിക്കോ. അല്ല, കൊന്നു കഴിഞ്ഞാ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകൂലേ? എന്നാലും കുഴപ്പമില്ല, അയാളെ ഈ ചൂലുണ്ട് അടിച്ച് കൊല്ലു ഞാൻ, പട്ടികളെ കൊല്ലോളെ കൊല്ലു ഞാൻ. അവിടെ പൊട്ടു. ചേടാ, ചൂലുകൊണ്ട് അടിച്ചു കൊല്ലാ എന്തോന്ന് പാറ്റേ? എന്തായാലും ഒരു അടി ഉറപ്പാണ്. ഇത് ഞാൻ എന്റെ സുഹാസിനിക്ക് വേണ്ടി വാങ്ങിയ സമ്മാനമാ. ഇതെന്റെ ഹൃദയമാ. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇത് സ്വീകരിച്ചാലും. എന്റെ വായിരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാതെ ഇറങ്ങി പോവേന്നെ. ആർക്കും വേണ്ടാത്ത ഒരു ഹൃദയം കൊണ്ട് നടക്കുന്നു. സുഹാസിനിയുടെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ എന്നെ വല്ലാതെ തളർത്തുന്നു. അത് ഏതാണ്ടോ ദീനമാ. പോകുന്ന വഴിക്ക് ഒരു ആശുപത്രി കയറി കിടക്കോ, 2-3 ദിവസം തളർച്ചയൊക്കെ മാറിക്കോളൂ. ഇത് ആശുപത്രി പോയാൽ മാറുന്ന തളർച്ചയല്ല. എന്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ എന്റെ എല്ലാ വിറയിലും മാറും. എന്റെ ദൈവമേ, നിങ്ങൾ കൊണ്ടേ പോകും, ഞാൻ പറയുന്നത് കേട്ടോ. ഇല്ല, എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതെ ഞാൻ പോവില്ല, പോവില്ല, പോവില്ല. ഡോന്നാ? ആരെയാ ഡോന്ന് വിളിച്ച്? എന്നെയാണോ? എന്നെ അങ്കിളെന്നോ അല്ലെങ്കിൽ അച്ഛനെന്നോ വിളിക്കുമോളെ. നിങ്ങൾ ഞാൻ എല്ലാം വിളിക്കാം. എന്റെ പൈസയും പോയി കൊണ്ടുപോയി നിങ്ങൾ ഞാൻ ഉണ്ടല്ലോ കൊല്ലു ഞാൻ ഇന്ന്. ഞാൻ ഇറങ്ങി പോ. അവള് പൈസ ഞാൻ അവനോട് പറഞ്ഞിട്ട് എങ്ങനെയും വാങ്ങിത്തരാം. ഇല്ലെങ്കിൽ എന്റെ തറവാട് വിറ്റിട്ടെങ്കിലും ഞാൻ വാങ്ങിത്തരാം. പക്ഷെ ഞാൻ എന്റെ സുഹാസിനിയെ പറ്റിച്ചു എന്ന് മാത്രം നിങ്ങൾ പറയരുത്. എന്നെ കൊല്ലാൻ വരുന്നു. എന്റെ പൊന്നുമോനെ, ഇയാളെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. സുഹാസിനിയുടെ കാൽക്കീഴൊക്കെ പിടഞ്ഞു മരിക്കാനും ഞാൻ ഒന്ന് ഇയാളെ കിട്ടിയത് പോരല്ലേ, ഇങ്ങോട്ട് പറഞ്ഞു. എന്റെ പൊന്നു സുരഭി, കാശിന്റെ കാര്യമൊക്കെ ഞാനെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെല്ല്, നീ സമാധാനമായിട്ട് അകത്തോട്ട് പോ. ഞാൻ വാങ്ങിച്ചു തരാം. അകത്തോട്ട് പോ. പൊന്നേ, എന്റെ കൈ ഇവിടെ ഉണ്ടോ നോക്കി. ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. എന്തൊരു ദേഷ്യം കൊച്ചമ്മ, പിടിച്ചിട്ട് നിക്കുന്നില്ല. ഇങ്ങനെ ദേഷ്യം വരാതിരിക്കും. അയ്യോ, ഒരു കള്ളന്റെ അഭിനയം കണ്ടില്ല ഇപ്പോഴും. എന്റെ സുഹാസിനിയോട് ചതി കാണിക്കാൻ എനിക്ക് അറിയില്ല. ഈ അച്ഛൻ പറയുന്ന ഒന്ന് അനുസരിക്കണം മോനെ. അച്ഛനാ? ഏത് വകുപ്പില്? നിനക്ക് ജനിക്കാതെ പോയ അച്ഛനാടാ ഞാൻ. നിന്റെ അമ്മയുടെ എക്സ് കാമുകൻ. അവള് നിന്നോട് ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ? എന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മറന്നു പോയതാവും. അങ്ങളെ, ഇമ്മാതിരി കാര്യം പറയാം ഇനി ഇങ്ങോട്ട് വരല്ലോ. ഇവിടെ ഞാൻ മാത്രമല്ല, എനിക്ക് താഴെ ഒരു അനിയനും കൂടെ ഉണ്ട്. അവ എന്നെ പോലെ ഇത്ര ക്ഷമയുള്ളവനൊന്നുമില്ല. എടുത്ത് നിങ്ങൾ ആ കുളത്തിലിടും. കുളത്തിലെയോ? അവൻ വരട്ടെ, എന്നെ എടുത്ത് കുളത്തിലേക്ക് എടുത്ത്. എന്റെ സുഹാസിനിയെ നേടിയെടുക്കാൻ ഏത് കടലിൽ പോയി ചാടാനും ഞാൻ തയ്യാറാ. എടാ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിനക്കറിയാവോ? അതാണ് പ്രണയവേദന. പ്രാണവേദനയേക്കാൾ വലുതാടാ മോനെ പ്രണയവേദന, അറിയോ? എന്നാലേ ആ വേദനയൊക്കെ തൽക്കാലം ഒന്ന് കടിച്ചമർത്തിയിരി. ഇല്ലെങ്കിലേ വായില് പല്ല് കാണൂല, കടിച്ചമർത്താൻ. അപ്പോ നിങ്ങൾക്ക് ഒരു അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഒന്നും വേണ്ടെന്നാണോ? അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ തരുന്നത് വേണ്ടേ? എനിക്ക് വേണ്ട. താന്ന് പോയേ. നീ വന്നേ. തന്റെ മുതലാളി വിളിച്ചോണ്ട് പോയേ. മുതലാളി വരണത് സാറേ അമ്മയ്ക്ക് കൊടുത്തേക്ക്, ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി. വെറുതെ നാണക്കാന്നല്ലാതെ വെറുതെ ഒലിപ്പിച്ചോണ്ട് കൂടെ വരാം. എനിക്ക് വയസ്സാങ്കാലത്ത് പ്രേമിക്കാൻ വന്നിരിക്കണം, അതും എണീറ്റിരിക്കാൻ വയ്യാത്ത എന്റെ അമ്മ. ഞാൻ വരും, നിങ്ങൾക്ക് തരാനുള്ള പണവുമായിട്ട് ഞാൻ വരും. എന്റെ സുഹാസിനി അങ്ങനെ ആർക്കും വിട്ടു കൊടുക്കില്ല. വേണ്ടി അലവലാതി ഇതിനൊക്കെ പറയാൻ ദൈവമേ. അമ്മ, അയാൾ എന്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞത്? ഇവിടെ ആരും ചോദിക്കാനും പറയണില്ലേ? എന്തോന്നാ? അമ്മക്ക് ഇപ്പോഴും അയാളെ ഇഷ്ടമാണോ? കേറി പോടാത്ത്. അവനവന്റെ അമ്മയെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നീയൊക്കെ നിന്റെ അമ്മയെ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? അല്ല, അയാള് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ അങ്ങ് വിശ്വസിക്കുവോ? നീ ആള് കൊള്ളാമല്ലോ. പോയെന്റെ മുമ്പ് ഇത് ധാരാ. ഹലോ, പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, ഏതു ജന്മത്തിൽ ഏതു സന്ധ്യ എവിടെ വെച്ചു നാം കണ്ടു. ഞാൻ പറഞ്ഞു തരാടോ എവിടെ വെച്ച് കണ്ടെന്ന്. തന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരത്തിന് ശരിയല്ലേ? വെച്ചിട്ട് പോടോ. എവിടെ വെച്ച് കണ്ടെന്ന് എന്റെ
ഓ എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഇവരെയൊക്കെ വല്ല ഭ്രാന്താലയത്തിലും കൊണ്ടിടാൻ ഇവിടെ ആരും ഇല്ലേ? മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ.